ആട് 3 റൈറ്റർ ഡയറക്ടർ മിഥുൻ മാനുവൽ തോമസ്. മിഥുൻ മാനുവൽ തോമസിൻ്റെ എല്ലാ സിനിമകളും ആട് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം എല്ലാ സിനിമകളും ആക്ച്വലി തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ള ആളാണ്. സോ ഒരു മിഥുൻ മാനുവൽ ഫാനാണ്. സോ ബേസിക്കലി ഒരു 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 ഇൻഡസ്ട്രീൻ്റെ പെർസ്പെക്റ്റീവിൽ എടുക്കുകയാണെങ്കിൽ മിഥുൻ മാനുവൽ തോമസിനെ പോലത്തെ ഒരു ഡയറക്ടർ ലൈക്ക് അഞ്ചാം പാതിര പോലത്തെ ഒരു സ്ക്രിപ്റ്റ് എടുക്കാനും പറ്റും, അറ്റ് ദ സെയിം ടൈം ടർബോ പോലത്തെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാനും പറ്റും, അറ്റ് ദ സെയിം ടൈം ആട് 3 പോലത്തെ ഒരു സിനിമയും ചെയ്യാൻ പറ്റും. സോ അത്തരത്തിലുള്ള ഒരു കാലിബറുള്ള ഒരു ഡയറക്ടർ റൈറ്റർ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു അസറ്റ് തന്നെയാണ്. സോ മിഥുൻ മാനുവലിൻ്റെ ആട് 3 സ്റ്റാറിങ് ജയസൂര്യ ആക്ച്വലി 2022 ശേഷമാണ് ആക്ച്വലി ഒരു സിനിമ ജയസൂര്യയായിട്ട് റിലീസ് ചെയ്യുന്നത്. വിജയ് ബാബു, സണ്ണി വെയിൻ, വിനായകൻ, സൈജു കുറുപ്പ്, അജു വർഗീസ്, ഹരികൃഷ്ണൻ, ഭഗത്, അതുപോലെ തന്നെ ബിജിക്കുട്ടൻ, അങ്ങനെ ആട് ഫ്രാഞ്ചൈസിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും വരുന്ന സിനിമയാണ്. ആക്ച്വലി ഇവരുടെക്കാട്ടും കൂടുതൽ തന്നെ ഈ പറയുന്ന പേരിനേക്കാളായിട്ട് ഏറ്റവും കൂടുതൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചിലപ്പം ഡ്യൂഡും ഷാജി പാപ്പനും അതുപോലെ തന്നെ സൈമറും സാത്താൻ സേവ്യറൊക്കെ ആയിരിക്കും. സോ അത്തരത്തിൽ ഒരു ആട് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിലേക്ക് ഒരു സിനിമ വരുന്ന സമയത്ത് ആടിൻ്റെ ഒരു ക്രക്സ് എന്താണോ അതിപ്പോൾ ആ ഒരു ക്രക്സ് പോകാതെ തന്നെ ചെയ്തിട്ടുള്ള ഒരു തേർഡ് പാർട്ടായിട്ടാണ് ആക്ച്വലി ആട് 3 ആക്ച്വലി വന്നിട്ടുള്ളത്. സോ ഇവരൊക്കെ വരുമ്പോഴോ ഇതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ആ ഒരു നൊസ്റ്റാൾജിയ അഗെയിൻ വരുന്ന സമയത്ത് വെച്ചാൽ നമുക്ക് അതൊരു സമാധാനം അറ്റ് ദ സെയിം ടൈം ഒരു വലിയൊരു സന്തോഷം ആക്ച്വലി തരുന്നുണ്ട്. സോ ആടിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും കോമഡിയാണ്. കോമഡി എന്ന് പറയുന്നത് സ്ലാബ് സ്റ്റിക്കുകളായിട്ടുള്ള കോമഡികൾ തന്നെയാണ് ആക്ച്വലി ആട് 3 ആട് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിലായിട്ട് ടോട്ടലി വരുന്നത്. കാരണം ആട് 2ഉം അതുപോലെ തന്നെ ആട് 3 എന്നൊക്കെ പറയുന്ന സമയത്തേക്ക് നമുക്കറിയാം ഒരു കോമഡി നടക്കുന്ന സമയത്ത് ആ കോമഡിയുടെ മെയിൻ പോർഷൻ അല്ലാതെ സൈഡിൽ കൂടെ ഒരുപാട് കോമഡികൾ ആക്ച്വലി നടക്കുന്ന ഒരു മാജിക് പോലത്തെ ഒരു സിനിമയാണ് ആക്ച്വലി എപ്പോഴും ആട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ആട് 2ഉം അതുപോലെ തന്നെയാണ്. ആട് 3യിലേക്ക് വരുന്ന സമയത്തേക്ക് ഈ പറയുന്ന സ്ലാബ് സ്റ്റിക്കുകൾ കാര്യങ്ങളൊക്കെ നിർത്തിക്കൊണ്ട് തന്നെ വന്നിട്ട് ഒരു പുതിയൊരു ജോണർ ഷിഫ്റ്റിലേക്ക് ആക്ച്വലി മിഥുൻ മാനുവൽ ആക്ച്വലി കയറുന്നുണ്ട്. അത് ആക്ച്വലി വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം നമ്മൾ പ്ലെയിൻ ആക്കാതെ, അതായത് ഞാൻ ആട് 3 എടുക്കുവാണെങ്കിൽ ഇതേ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് വേറൊരു സാധനത്തിൻ്റെ പുറകെ പോകുന്ന പോലെ ഒരു പ്ലെയിൻ ആക്കാതെ ഒരു ജോണർ ഷിഫ്റ്റ് നടത്തി അതിലൊരു ടൈം ലൈൻ കൊണ്ടുവന്നു. ഒരു പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറിൻ്റെ ഒരു ചെറിയൊരു എലമെൻ്റ് ആണുള്ളത്. എന്നാൽ പോലും ആ ഒരു ടൈം ലൈൻ കൊണ്ടുവന്നതാണ് ആക്ച്വലി ഈ സിനിമ. അത് പ്രോപ്പറായിട്ട് അത് പ്ലേസ് ചെയ്യും, അത് പ്രോപ്പറായിട്ട് ആക്ച്വലി അത് ഡെലിവർ ചെയ്യാൻ ആക്ച്വലി മിഥുൻ മാനുവൽ തോമസിന് പറ്റിയിട്ടുണ്ട്. സോ ടൈം ലൈനിലേക്ക് വരുന്ന സമയത്ത് പാസ്റ്റിലുള്ള ടൈം ലൈനിലും ഇവരൊക്കെ വരുന്നുണ്ട്. പക്ഷേ വേറൊരു കഥയും വേറൊരു പരിപാടികളും അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ പ്രസൻറ്റിൽ എന്താണോ നടക്കുന്നത് അതിൻ്റെ നേരെ ഒരു പാരലൽ ടൈം ലൈൻ എന്നുള്ള രീതിയിലാണ് ആക്ച്വലി വന്നിട്ട് പാസ്റ്റ് ഇവിടെ കാണിക്കുന്നത്. ഈ തിയേറ്ററിൻ്റെ ഒരു ഘടകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്നിട്ട് നല്ലൊരു ഹൗസ്ഫുൾ തിയേറ്റർ ആകുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ആംബിയൻസ് ഈ സിനിമകൾക്ക് ഉണ്ടാകും. കാരണം ആട് 2 എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഷാജി പാപ്പൻ മുതൽ ഡ്യൂഡ് മുതൽ സാത്താൻ സേവ്യർ വരെ എല്ലാത്തിനും ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഷാൻ റഹ്മാൻ്റെ ഒറിജിനൽ സ്കോറാണ്. ഷാൻ റഹ്മാൻ്റെ പീക്ക് ടൈമിൽ ഉണ്ടായിട്ടുള്ള ആ സ്കോർ അത് ചെറിയ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് വളരെ നന്നായിട്ട് ആ പുതിയ പരിപാടികൾക്ക് ചേർന്നിട്ടുള്ള ഒരു ആംഗിൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഷാജി പാപ്പൻ്റെ ഗാങ്ങിലേക്ക് പുതിയതായിട്ട് ഫുക്രു ആക്ച്വലി വന്നിട്ടുണ്ട്. സോ ഫുക്രു ഒരു നമ്മൾ ജെൻസിയുടെ അല്ലെങ്കിൽ വന്നിട്ട് ആ ഒരു ഏജ് സെഗ്മെൻറ്റിൻ്റെ ഒരു ഫാക്ടറായിട്ടാവണം കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഫുക്രു ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല എന്താണ് അത്രയും വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നത്. അപ്പം പുള്ളിക്കാരന് കിട്ടിയ റോള് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവരൊക്കെ ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടും പുള്ളിക്കാരൻ ഇപ്പോൾ വന്നതിൻ്റെയും പുള്ളിക്കാരൻ്റെ കോമഡി പെർസ്പെക്റ്റീവ് ഭയങ്കര വൃത്തിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട 2-3 കോമഡി പാർട്ട് എന്ന് പറയുന്നത് ആസ്ട്രോളജറിൻ്റെ അടുത്ത് പോകുന്ന ഒരു കോമഡി പാർട്ട്, ഐ മീൻ ഫസ്റ്റ് ഹാഫിൽ വരുന്ന സമയത്ത്. അതുപോലെ തന്നെ വന്നിട്ടെന്ന് വെച്ചാൽ ഒരു ക്രോസ് ഓവർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കോമഡി സംഭവമാണ്. പിന്നെ ഒരുപാട് ക്യാപ്റ്റൻ ക്ലീഡസ് ഒക്കെ ആയിക്കഴിഞ്ഞാലും നമുക്ക് പറയില്ലേ, ആടിൻ്റെ അകത്ത് വന്നിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ആട് എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ ലിബർട്ടി എന്ന് പറയുന്നത് അതാണ്. കാരണം നമുക്ക് എന്ത് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അത് ആൾക്കാർ വിശ്വസിക്കുക എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ആക്ച്വലി ട്രംപിൻ്റെ പെർസ്പെക്റ്റീവും എല്ലാം അതിൻ്റെ അകത്ത് ട്രംപിൻ്റെ അടുത്ത് ഡോളർ മാറ്റാൻ പോകുന്ന ക്യാപ്റ്റൻ ക്ലീഡസ് ഒക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് വിശ്വസനീയമാവുന്നതും അറ്റ് ദ സെയിം ടൈം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതും ആട് 3 എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസിൻ്റെ ലിബർട്ടിയാണ്. ആക്ച്വലി അത് വൃത്തിയായിട്ട് ആക്ച്വലി ചെയ്തിട്ടും ഉണ്ട്. ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് വെച്ചാൽ ഇതിൻ്റെ കമ്പോസേഴ്സ് ഒക്കെ ഷാൻ റഹ്മാനാണ് ഒറിജിനൽ. അതിൻ്റെ കൂടെ തന്നെ ഡോൺ വിൻസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫർ അഖിൽ ജോർജ്, അതുപോലെ തന്നെ എഡിറ്റർ ലിജോ പോൾ. ആട് 3യിലേക്ക് വരുന്ന സമയത്തേക്ക് ആട് 2ഉം ആക്ച്വലി അറൌണ്ട് 240 സംതിങ് 240 or 230 സംതിങ് ഉണ്ട്. പക്ഷേ ആട് 3യിലേക്ക് വരുമ്പോൾ ക്ലോസ് ടു 3 hours 2 hours 50 minutes ഉണ്ട്. ആൻഡ് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 1.5 hours മേലെയുണ്ട്. സോ ബേസിക്കലി
ഇവിടെയാണ് ഇതിനൊരു ചെറിയൊരു, അതായത് ആട് ഫ്രാഞ്ചൈസ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ ഓക്കെയാണ്. പക്ഷേ ആടെന്നുള്ളൊരു സിനിമയുടെ പെർസ്പെക്റ്റീവിലേക്ക് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന സിനിമ, ഫസ്റ്റ് ഹാഫ് കുറേ കൂടി ഭയങ്കര ലാഗ് ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം 2 പാരലൽ ടൈം ലൈൻ നടക്കുന്നുണ്ട്. ഈ രണ്ടിലും ഒരേ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള സമയത്ത് ചില കാര്യങ്ങൾ അത് കുറച്ചും കൂടി ക്രിസ്പായിട്ട് കട്ട് ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം സെക്കൻഡ് ഹാഫ് വളരെ പെട്ടെന്ന് തീരുകയും പിന്നെ എന്താ പറയുക, ഒരു സ്പീഡിൽ കൊണ്ടുവന്ന് തീർക്കുകയും പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അതൊരു ടാക്ടിക്കൽ ഡിസിഷൻ ആയിരിക്കാനും സാധ്യതയുണ്ട്. നമ്മൾ ഈ ഫുട്ബോളിലൊക്കെ പറയുന്ന പോലെ 1.5 മണിക്കൂർ ഫസ്റ്റ് ഹാഫ് ഒരു പ്രേക്ഷകൻ സഹിച്ചോളും, പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നിട്ട് പ്രേക്ഷകൻ അത്രയും സഹിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുവന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എല്ലാ ക്യാരക്ടേഴ്സും, അതുപോലെ ധർമ്മജനൊക്കെ വന്നിട്ട് നമ്മളെ വിളയാട്ടമാണ് ആക്ച്വലി കംപ്ലീറ്റ്ലി. കാരണം ഷാജി പാപ്പൻ കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആക്ച്വലി ക്യാപ്റ്റൻ ക്ലീനസ് പറയുന്നത്. അജു വർഗീസ് മുതൽ പഴയ ആൾക്കാരെ കൊണ്ടുവന്നതും അതൊരു പ്രോപ്പർ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആക്ച്വലി മിഥുൻ മാനുവൽ ഈ സിനിമ പ്ലാൻ ചെയ്തത്. പക്ഷേ ആ ജോണർ ഷിഫ്റ്റ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. ഇതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു പോരായ്മ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ പരിപാടികളൊക്കെ നടത്തി, നമ്മൾ ആടിലായാലും ആട് 2 എല്ലാം വന്നിട്ട് ഒരു ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. ലൈക്ക് ഇൻ ദ സെൻസ് നമുക്ക് ഈ സിനിമകളൊക്കെ സ്റ്റാൻഡ് അലോൺ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ആട് 3 വരുമ്പോൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഇല്ല. കാരണം ഔട്ട് ഓഫ് നോവെയർ ആണ് ആക്ച്വലി സിനിമ കൊണ്ടുപോയി നിർത്തുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഫസ്റ്റ് ഹാഫിൽ ഇത്രയും വലിക്കുന്ന സമയത്ത് മേ ബി ഈ സിനിമകൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഇതൊരു പ്രോപ്പർ എൻഡ് ടു എൻഡ് സിനിമയാക്കി മാറ്റായിരുന്നു എന്നെനിക്ക് പേഴ്സണലി ഒരു അഭിപ്രായമാണ്. കാരണം എൻഡ് ഓഫ് ദി ഡേ എന്താണോ എന്നിട്ട് ഇവർ പുറകെ പോകുന്നത് അതിനൊരു പ്രോപ്പർ എൻഡ് ഉണ്ടാവണമല്ലോ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇവർ വന്നിട്ട് വെച്ചാൽ ഇത് ഇറസ്പെക്റ്റീവ് ഓഫ് എവറിത്തിങ് ഞാൻ ഇതിൻ്റെ ഫസ്റ്റും സെക്കൻഡ് പാർട്ടും ഇറക്കും എന്ന് പറഞ്ഞിട്ട് ചെയ്യുവാണെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ആസ് എ ഫിലിം ഇതൊരു ഹാഫ് ബേക്ക്ഡ് പോലെയാണ് ആക്ച്വലി ഇത് നിർത്തിയിട്ടുള്ളത്. പക്ഷേ കോമഡികളും കാര്യങ്ങളൊക്കെ വർക്കായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വൃത്തിയായിട്ട് വർക്കായിട്ടുണ്ട്. ആടിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ യെസ് ഒബ്വിയസ്ലി. കാരണം ഇത്തരത്തിലുള്ള സമയത്ത് ആകെ അൺസർട്ടനായിട്ട് ഇരിക്കുന്ന സമയത്ത് കുറച്ച് ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, ചിരിപ്പിക്കാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് ഉണ്ടാവുക, ചിരിപ്പിക്കാൻ പറ്റുന്ന സിനിമകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് കുറേ കൂടി ആശ്വാസമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. സോ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ആട് 3 എന്ന് പറയുന്നത് സീസണിൽ ഗംഭീരമായിട്ടുള്ള ഒരു ചിരി തരുന്നത്, അറ്റ് ദ സെയിം ടൈം ആ ഒരു ആടിൻ്റെ ഫ്രാഞ്ചൈസിൻ്റെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വന്നിട്ട് പ്രോപ്പർലി വന്നിട്ടൊരു ഒരു മൂവി എക്സ്പീരിയൻസ് കൊടുക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലം വളരെ എവിഡൻ്റ് ആയിട്ട് ആക്ച്വലി ആടിൻ്റെ സിനിമയിൽ ത്രൂ ഔട്ട് ഉണ്ട്. കാരണം ഈ ഫസ്റ്റ് ഹാഫിലുള്ള ഇഷ്യൂ അറ്റ് ദ സെയിം ടൈം അവസാനത്തെ ഹാഫ് ബേക്ക്ഡ്, അറ്റ് ദ സെയിം ടൈം ലാസ്റ്റിലോട്ട് വരുന്ന ആ ടൈം ഷിഫ്റ്റ്, അതായത് ഫ്യൂച്ചറിൽ പ്രസന്റ് പാസ്റ്റും പ്രസന്റിലേക്കൊക്കെ വരുന്നതൊക്കെ വന്നിട്ട് ആ വന്നതിന് ശേഷമുള്ള ഒരു ചെറിയ കാര്യങ്ങളും വളരെ എക്സ്ട്രീം കോമിക്കലായിട്ട് ആക്ച്വലി മിഥുൻ മാനുവൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ ആകെ മൊത്തത്തിൽ ആട് 3 എന്ന് പറയുന്നത് വെച്ചാൽ പ്രീവിയസ് ആയിട്ടുള്ള ആട് 2ഉം ആട് 1 വെച്ച് നോക്കുന്ന സമയത്തേക്ക് ഒരു ജോണർ ഷിഫ്റ്റ് വഴി ഒരു പുതിയ പാത തുറന്നിരുന്നെങ്കിൽ കൂടി ഒരു കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ഫിലിമായിട്ട് വന്നിട്ടില്ല. ബട്ട് കോമഡി ഒക്കെ വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു തിയേറ്ററിൽ പോയി അടിച്ചു പൊളിച്ച് ആൾക്കാരുടെ കൂടെ കാണാൻ പറ്റുന്ന സിനിമ. നമ്മുടെ ക്യാരക്ടേഴ്സിലേക്ക് വരുന്ന സമയത്ത് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്യൂഡ് ആയി കഴിഞ്ഞാലും അതുപോലെ സാത്താൻ സേവറിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ ഹൈ പോയിന്റ് ആണ് ആക്ച്വലി സിനിമയുടെ. അതുപോലെ തന്നെ ഡ്യൂഡിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാം, ഡ്യൂഡിൻ്റെ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ ആട് 2 ഡ്യൂഡും ആട് 3 വരുന്ന സമയത്ത് ഡ്യൂഡിൻ്റെ പവർ കുറച്ച് കുറഞ്ഞായിട്ട് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ലാസ്റ്റോട്ട് വരുന്ന സമയത്ത് പുള്ളിക്കാരൻ ഒരു സീനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു ഇൻട്രൊഡക്ഷനും പരിപാടിയൊക്കെ ആ സമയത്തായാലും ഡ്യൂഡ് ഒരു പാവപ്പിടിച്ച ഡ്യൂഡായിട്ട് കാണിക്കുന്ന സമയത്തായാലും ഡ്യൂഡിന് ഒരുപാട് സ്കോർ ചെയ്യാനുള്ള പരിപാടികൾ അതിൻ്റെ അകത്ത് തന്നെ. പക്ഷേ ഇവിടെ വന്നിട്ടെന്ന് വെച്ചാൽ അത്തരത്തിലൊരു സംഭവം ഡ്യൂഡിനില്ല. പിന്നെ അതുപോലെ തന്നെ ഡ്യൂഡിൻ്റെ പാസ്റ്റ്, അതായത് വിനായകൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ഇത് രണ്ടും കൂടെ വരുന്ന സമയത്ത് വെച്ചാൽ ആ പാസ്റ്റ് ക്യാരക്ടറിന് വലിയൊരു കോമഡി പരിപാടികൾ ഇല്ല. പക്ഷെ ഡ്യൂഡിന് കമ്പാരിറ്റീവ്ലി ഒരു ലോവർ പ്രൊഫൈലിലേക്ക് കൊണ്ടുവന്ന പോലെ പേഴ്സണലി എനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സോടെ വരുമ്പോൾ അത് മാറുന്നുണ്ടെങ്കിൽ കൂടി പക്ഷേ ഡ്യൂഡ് കുറേ കൂടെ വന്നിട്ട് ക്ലാപ്സും പരിപാടികളും ഒരു ഫാൻസും ഉള്ള ഒരാളാണ്. അറ്റ് ദ സെയിം ടൈം ഷാജി പാപ്പനും സാത്താൻ സേവ്യറും ഈവൻ അജു വർഗീസ് പോലും അത്രയും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് പാസ്റ്റിലും പ്രസന്റിലും. അജു വർഗീസിനെ പോലത്തെ ഒരു ചെറിയ ക്യാരക്ടർ വരും ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ അത് അത്രയും പുള്ളി വന്നിട്ട് അത് അത്രയും കൺസീവ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. സോ ഇൻ ഓൾ ആട് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന, അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡു വാച്ച് ആട് 3 in your theaters.